പാലുമുണ്ട്. റോഷിപാൽ, ഇപ്പോൾ സരിൻ അതിന് ശക്തമായ മറുപടി നൽകുന്നു. ഇപ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട് വി ഡി സതീശനെ. പ്രസ് ക്ലബിൽ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നാണ് സരിൻ ചോദിക്കുന്നത്. ഈ വോട്ടപ്പട്ടികയിൽ പലയിടത്തായി അദ്ദേഹത്തിന്റെ പേര് വന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടോ? സ്മൃതി, തനിക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തൻ്റെ ഭാര്യയുടെ പേരിൽ വീടുണ്ട്. ആ വീടിൻ്റെ മേൽവിലാസത്തിലാണ് യഥാർത്ഥ രേഖകൾ വെച്ചാണ് താനും ഭാര്യയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് എന്ന വിശദീകരണമാണ് പി സരിൻ LDF സ്ഥാനാർത്ഥി പറയുന്നത്. അതിനൊപ്പം തന്നെ താൻ എന്ത് വ്യാജരാഗ വെച്ചാണ് വോട്ട് ചേർത്തതെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പി സരിൻ വെല്ലുവിളിക്കുന്നു. പരസ്യ സംവാദത്തിന് പ്രസ് ക്ലബിലേക്ക് വരാൻ പ്രതിപക്ഷ നേതാവിനോട് വി ഡി സതീശനോട് പി സരിൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും ഈ വ്യാജ വോട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അത് മലമ്പുഴ, തൊട്ടടുത്തുള്ള മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ചേർക്കപ്പെട്ടതായി റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ അത് തെളിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പാലക്കാട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ ചൂടുപിടിക്കുന്നത്. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പി സരിനെതിരെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിനാണ് LDF സ്ഥാനാർത്ഥി പി സരിൻ ഇങ്ങനെ ഒരു മറുപടി. വളരെ ക്ഷുഭിതനായി തന്നെയാണ് പി സരിൻ്റെ മറുപടിയും. തനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമില്ല, അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന കാര്യം തനിക്കറിയില്ല. ഏതായാലും ഈ പ്രതിപക്ഷ നേതാവിന് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് പി സരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതായാലും പാലക്കാട് നഗരത്തിൽ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിൽ തൻ്റെ ഭാര്യയുടെ കൈവശമുള്ള വീട്, ആ വീട്ടിൻ്റെ മേൽവിലാസത്തിൽ യഥാർത്ഥ രേഖകൾ വെച്ചാണ് താൻ പാലക്കാട്ട് താനും ഭാര്യയും വോട്ട് ചേർത്തത് എന്ന വിശദീകരണമാണ് പി സരിൻ നൽകുന്നത്. ശരി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം ആണ് റിപ്പോർട്ടർ നടത്തിയിരിക്കുന്നത്.